ദൃശ്യം 3 കളക്ഷൻ റെക്കോർഡുകളൊക്കെ മറികടന്ന് മുന്നോട്ട് പോവാണ്. സമ്മിശ്ര പ്രതികരണങ്ങളെ ഉള്ളെങ്കിലും ദൃശ്യം ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ഒരു മലയാളികളുടെ വികാരമാണ്. ഒരു വട്ടമെങ്കിലും മലയാളികൾ ഈ സിനിമ കാണും എന്നുള്ളത് ഉറപ്പിച്ചു വെച്ചാണ് കാണുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള പ്രീസെയിൽ ബുക്കിങ്ങും എല്ലാം പക്കയായിരുന്നു. 4 ദിവസമൊക്കെ ബുക്കിംഗ് ഒക്കെ ഫുള്ളായി. ഇപ്പോഴും അതായത് തിങ്കളാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഒക്കെ 15 കോടി വെച്ച് വേൾഡ് വൈഡ് കളക്ഷൻ വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് മലയാള സിനിമയിലെ ഇക്കാലത്തെയും മികച്ച കളക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ലോക ഇട്ട റെക്കോർഡാണ് 300 കോടി പ്ലസ്. അത് തകർക്കുവോ ദൃശ്യം എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കാം. ഏകദേശം 160 കോടിക്ക് 170 കോടിക്ക് അപ്പുറത്തായി. ഇനി ഒരു 100, 130, 135 കോടിയുടെ നേടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ലോകം മറികടക്കും. കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്പർ 1 എത്രയും പെട്ടെന്ന് തന്നെ ദൃശ്യം 3 ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വേൾഡ് വൈഡ് നമുക്ക് ഈ ജൂൺ 1-ാം തീയതിയൊക്കെ മുതൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം പല സിനിമകൾ, ചെറിയ ചെറിയ സിനിമകളൊക്കെ ഇനിയിപ്പോൾ കാട്ടാളൻ ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നു ദൃശ്യത്തെ ബാധിക്കാൻ യാതൊരു ചാൻസില്ല. ദൃശ്യത്തിൻ്റെ ഓഡിയൻസ് അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കണ്ടിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ദൃശ്യം 3 ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇപ്പോഴും 10 താഴെ 1 അവറിൽ ബുക്കിംഗ് വരും. 10K താഴെ 1 അവറിൽ ബുക്കിംഗ് പോലും വരുന്നില്ല. 10-നും 15-നും ഇടയിലൊക്കെ എപ്പോഴും ഉണ്ട്. 15K 18K ഇങ്ങനെ പോവുക. ഇങ്ങനെ പോകുന്നൊരു സിനിമ എന്തായാലും ഈ രീതിയിൽ പോയാൽ ഒരു കൂടിപ്പോയ ഒരാഴ്ച കൊണ്ട് 300 കോടി കടക്കുമെന്നുള്ള ഉറപ്പാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ. ഇനി എന്തെങ്കിലും കളക്ഷനിൽ പെട്ടെന്നൊരു ഡ്രോപ്പ് വന്നാൽ മാത്രമേ ഉള്ളൂ. റിപ്പീറ്റഡ് ഓഡിയൻസ് ഇല്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ആകെ ഉള്ളൊരു നെഗറ്റീവ് വരാൻ പോകുന്നത്. പക്ഷേ അല്ലാഞ്ഞിട്ട് തന്നെ എന്തോ തൂക്ക് കളക്ഷനാണ്. ഇതിനൊരു അസാധാരണ റിപ്പോർട്ട്, പോസിറ്റീവ് റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ, ഒരു രക്ഷയില്ലാത്ത പടമാണ് എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ 500 കോടിയായിരുന്നു. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. 500 കോടി പടമായിരുന്നു ആദ്യത്തെ. പക്ഷേ ഇപ്പോൾ മറ്റൊരു മോഹൻലാൽ ഫാൻസ് നല്ലൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, അതായത് ലൂസിഫറിൻ്റെ 3-ാമത്തെ ഭാഗം വരുവാണെങ്കിൽ, പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്ത് അന്യപെരുമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ പടം വരുമെങ്കിൽ പൃഥ്വിരാജ് 2-ാമത്തെ എമ്പുരാനിൽ തീർത്ത ക്ഷീണം എല്ലാം തീർക്കും ആ പടത്തിൽ. അതിനകത്ത് സംശയം വേണ്ട. അത് ഗംഭീരമാക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ദൃശ്യം 3 ലോകയെ മറികടക്കും, 300 കോടിക്ക് മറികടക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻസിൽ രേഖപ്പെടുത്തും.